ഇറാൻ യുദ്ധം ഏകദേശം ഒരു മൂന്നാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഒട്ടനവധി ആം, ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഏകദേശം 12ഓളം രാജ്യങ്ങളെ ഇറാൻ തന്നെ ആക്രമിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇറാൻ അഴിച്ചുവിടാണ് ആക്രമണങ്ങൾ. അതൊക്കെ സുന്നി രാജ്യങ്ങളാണ്. ടർക്കി, ജോർദാൻ തൊട്ട് എല്ലാ രാജ്യങ്ങളിലും ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ബേസുകളിലും ചില ഇതുകൾ ഇസ്രായേലിനെയും അടിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ന് ഈ മൂന്നാം ആഴ്ചയിൽ കടക്കുന്ന വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തുള്ള ഈ കൂടുതലുമായിട്ടും നാറ്റോ സഖ്യമാണ് യുദ്ധത്തിന് കൂടുതലായിട്ട് അവർ ഒരുമിച്ച് പോകുന്ന ആ ഒരു ചേരി. അപ്പോൾ അവരോടും ഒപ്പം ചൈനയോടും ലോകരാഷ്ട്രങ്ങളോടും ഇന്ത്യയോടൊക്കെ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഈ 31 കിലോമീറ്ററോളമുള്ള ആ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അതിൽ കൂടെയാണ് 20% ലോകത്തിൻ്റെ ഇന്ധനം എനർജി പാസ് ചെയ്യുന്നത്. അത് കൂടുതലായിട്ട് ഇത് 80% ഇന്ത്യയുടെ LPGയും പെട്രോളിയം പ്രോഡക്ട്സൊക്കെ വരുന്നത് ഈ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ കൂടിയാണ്. ഇറാനുമായിട്ട് ഒരു നല്ല ബന്ധം ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ കൂടി അതിലെ കടന്നു പോകാനായിട്ട് വളരെയധികം പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജർമ്മനി പോണില്ല, ഫ്രാൻസ് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ, അതായത് നാറ്റോ സഖ്യത്തിൽപ്പെട്ട ട്രംപ് റിക്വസ്റ്റ് ചെയ്ത രാജ്യങ്ങളിൽ ഒട്ടനവധി രാജ്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളൊന്നും ഇതിനു വേണ്ടി നിൽക്കുന്നില്ല. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ ഈ എസ്കോട്ട് പോകാനായിട്ട് കടന്നു പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് എസ്കോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് ട്രംപ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇവരിലോട്ട് ബഹുഭൂരിപക്ഷവും അത് നിരസിച്ചിരിക്കുകയാണ്. ചൈന വരുന്നത് ഒന്നില്ല, കാരണം ചൈന ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ചൈനക്കാർക്കാണ് ഈ ഒരു കടലിടുക്ക് തുറക്കുന്നതിലൂടെ കൂടുതലുമായിട്ട് ഗുണം ലഭിക്കാൻ പോകുന്നത്. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായിട്ട് ഇന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്കാർ തന്നെ, ഇവിടെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി അനുകൂലികളുടെ ഒരു ഭാഷ പ്രകാരം ഇതിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു എസ്കോട്ട് കൊടുത്ത് അവരുടെ അത് അമേരിക്കൻ നയത്തിന് അനുകൂലമായിട്ടുള്ളൊരു നയം പോലെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വിശാഖപട്ടണം, കൊൽക്കത്ത ക്ലാസ് നേവൽ അസറ്റ്സ് അത് വെച്ചിട്ടാണ് ഈ എസ്കോട്ട്സിന് പോകുന്നത്. അത് കടത്തി പോകുന്നത് ഇന്ത്യൻ LPGയും പെട്രോളിയം, ഇന്ത്യക്ക് വേണ്ട LPGയും പെട്രോളിയം ഇതാണ്. അതൊരു ആ ഒരു നരേന്ദ്രമോദിയുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു കഴിവായിട്ടാണ് ഇന്ന് ഇവിടെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്കാർ അത് പറയുന്നത്. കാരണം ജർമ്മനി, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ അതിന് അനുകൂലമായിട്ട് നിൽക്കാത്തപ്പോഴും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം അതിന് മുന്നോട്ട് വരുന്നു. ഒപ്പം തന്നെ അവർ പറയുന്നത് ശിവാലിക്, നന്ദാദേവി, ജഗ് പ്രകാശ് അങ്ങനെ കപ്പലുകളെ കടത്തിവിടുന്നതിനും ഇന്ത്യക്ക് വേണ്ട പെട്രോളിയവും ഇതും കടത്തിവിടുന്നതിന് വേണ്ടി എസ്കോട്ട് പോകുന്ന വിശാഖപട്ടണം, കൊൽക്കത്ത ക്ലാസ് നേവൽ ഡിസ്ട്രോയേഴ്സും ഒക്കെ കൊണ്ടുപോയിട്ട്. അതോടൊപ്പം തന്നെ വേറൊരു വാർത്തയും കൂടി പുറമേ വരുന്നത് ചബഹാർ ബോട്ട്, അത് ഇറാനിലെ ഈ ഇറാനിൽ ഇന്ത്യ പണിയുന്ന ഒരു പോർട്ടാണ്. കാരണം ആ ഒരു പോർട്ട് കിട്ടുന്നതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെതിരായിട്ടും അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു എൻട്രിയാണ് ഇന്ത്യക്ക് ആ ചബഹാർ പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ചബഹാർ പോർട്ട് ഒരു ഓപ്പണിംഗ് ഇതായിട്ട് ഇന്ത്യയാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇറാൻ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നതാണ്, ഇന്ത്യയുടെ അണ്ടറിലുള്ളതാണ്. അവിടെ ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു പോർട്ടിന് സൈഡിലായിട്ട് അമേരിക്ക മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്. അപ്പം അതായത് ചബഹാർ പോർട്ട് നശിപ്പിക്കരുതെന്ന് ഇന്ത്യയുടെ ഒരു ആവശ്യമുണ്ട് അമേരിക്കയോട്. കാരണം ഈ ഇറാൻ്റെ ഉള്ളിലുള്ള എന്തിനും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും കൂടിയിട്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതൊരു ഈ പറഞ്ഞ മാതിരി ഇന്ത്യയെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണോ ചബഹാർ പോർട്ട് ഇതുവരെ ആക്രമിച്ചിട്ടില്ല. കാരണം 3 ആഴ്ചത്തെ യുദ്ധത്തിലും അവിടെ ഒരു ബോംബിങ്ങും ചെയ്തിട്ടില്ല കൂടി അതിൻ്റെ അടുത്ത പ്രദേശത്തായിട്ട് അമേരിക്ക ബോംബിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ഇന്ത്യയുടെ മേലെ ആ ഒരു പവർ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു പക്ഷേ ഇതിനെയും തകർക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആയിരിക്കുമോ എന്നാണ് പല നിരീക്ഷകരും ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇന്ത്യ അവിടെ ആ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ, ആ ഹോർമസ് കടലിടുക്കിൽ
സംരക്ഷണം നൽകുന്നു, കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നു. ഇന്ത്യൻ നേവി അവിടെ ഒട്ടനവധി നേവൽ അസറ്റ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയുടെ സ്ഥിരകാല സുഹൃത്തുക്കളായിട്ടുള്ള ജർമ്മനിയും ഫ്രാൻസും UK ഒക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് UK ഇപ്പോൾ ഒരു HMS ഏതോ ഒരു വിമാനം, അവരുടെ വിമാനവാഹിനി അവിടെ ഡിപ്ലോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹ്റൈനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു യുദ്ധകാലത്തിൽ ട്രംപ് തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലാകാലത്തോളം യൂറോപ്പിലെ പല ചെറു രാജ്യങ്ങളാണ് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, അവർക്കൊന്നും അവരെ തന്നെ സംരക്ഷിക്കാൻ പറ്റില്ല. അവരുടെ കണ്ടമാനം പണമുണ്ട്, യൂറോപ്യൻ രാജ്യമാണ്, പക്ഷെ ചെറു രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല അവിടുത്തെ ജനസംഖ്യയും. അത്രയുള്ള താക്കത്ത് അമേരിക്കയുടെ സംരക്ഷണയിലാണ് വലിയ വലിയ വിഷയങ്ങളിൽ നിന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊക്കെ ഈ ചെറു രാജ്യങ്ങളെ അമേരിക്ക സംരക്ഷിച്ചു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ആരുമില്ല എന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പും അമേരിക്കയുമായി തെറ്റുമോ? നാറ്റോ സഖ്യത്തിൽ വിള്ളലുണ്ടാകുമോ? അതിന് പകരക്കാരായിട്ട് അമേരിക്കയെ സഖ്യകക്ഷികളായിട്ട് ആരെയാണ് മുന്നിൽ കാണുന്നത് എന്നുള്ളതൊക്കെയാണ് ലോകം നിരീക്ഷിച്ച് സൂക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞത്.